ഹായ്. അപ്പോൾ ഇന്നൊരു വറുത്തരച്ച സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. എന്നും ഒരുപോലെ സാമ്പാർ വെച്ച് മടുത്തവർക്ക് ഇതുപോലെ ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടോ. അതിനായി ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലിൽ തന്നെ പരിപ്പ് നന്നായി വേവുന്നതാണ്. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ട ഈ സമയത്ത് ചേർക്കുന്നില്ല, വെണ്ട മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് വേണം നമ്മുടെ സാമ്പാറിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. 2 കപ്പ് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഈ പച്ചക്കറികളൊക്കെ ഒറ്റ വിസിലിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച വെണ്ടയൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അത് നന്നായി വറുത്തതിന് ശേഷം സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. കൂടെ പുളിവെള്ളവും കൂടെ ചേർത്ത് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി സാമ്പാറിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി പാൻ ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഒരു 6-7 ചുവന്ന മുളകും ചേർത്ത് എണ്ണയിൽ നന്നായി വറുത്തെടുക്കുക. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് അതൊന്ന് മാറ്റി വെക്കുക. ഇനി ആ പാനിലോട്ട് തന്നെ 1/2 കപ്പ് തേങ്ങയും ചേർത്ത് നന്നായി വറുത്തെടുക്കുക. തേങ്ങയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുളകും ഉഴുന്നും ജീരകം എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് തണുക്കുന്നത് വരെ മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. സാമ്പാറിലുള്ള കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരപ്പ് അതിലോട്ട് ചേർക്കാം. കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെളിച്ചെണ്ണയിലോട്ട് 2-3 വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി സാമ്പാറിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.